നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബറോ ഇല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറോ ഒരു റീൽ ഇട്ടിട്ടുണ്ടോ? ഞാൻ എങ്ങനെ പൈസ ഉണ്ടാക്കിയെന്ന് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ ബയോയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ബെറ്റിംഗ് ആപ്പിനെ കുറിച്ചിട്ടോ ഇല്ലെങ്കിൽ ഒരു ഗാംബ്ലിംഗ് വെബ്സൈറ്റിനെ പ്രൊമോട്ട് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മിനിറ്റ് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇവരെന്തുകൊണ്ടാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഈ ബെറ്റിംഗ് കമ്പനീസ് എന്തുകൊണ്ടാണ് ഇവരെ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്നത്? ഇതുകൊണ്ട് സൊസൈറ്റിക്ക് എന്താ ഇമ്പാക്റ്റ് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഓൺലൈൻ ഗെയിമിൽ പണം നഷ്ടപ്പെട്ട യുവാവ് ആത്മഹത്യ ചെയ്തു. യുവാവിന്റെ ആത്മഹത്യക്ക് പിന്നിൽ ഓൺലൈൻ റമ്മി കളിച്ചുണ്ടായ ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യതയാണ്. ബേസിക്കലി ഒരു ഇൻഫ്ലുവൻസറിന് രണ്ട് മോഡിലായിരിക്കും ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുക. ഒന്ന് ആപ്പ് പ്രൊമോഷൻ, വേറൊന്ന് പ്രൊഡക്റ്റ് പ്രൊമോഷൻ. ആപ്പ് പ്രൊമോഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ഈ ബെറ്റിംഗ് കമ്പനീസൊക്കെ മെയിനായിട്ട് ഈ ടൈപ്പ് ഇൻഫ്ലുവൻസേഴ്സിനെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുക. ലൈക്ക് അവരെ അപ്രോച്ച് ചെയ്യും, മെയിൽ വഴിയോ ഇല്ലെങ്കിൽ ഫോൺ വഴിയോ അപ്രോച്ച് ചെയ്തിട്ട് ഞങ്ങൾ ഇത്ര റുപ്പീസ് തരാം, നിങ്ങൾ ഇത്ര നമ്പർ ഓഫ് വീഡിയോസ് ഞങ്ങൾ പറയുന്ന സ്ക്രിപ്റ്റ് പ്രകാരം നിങ്ങൾ ചെയ്തു തരണം പറഞ്ഞിട്ട് ഇവർ പറയും. സോ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ത് ചെയ്യും വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ അതങ്ങനെ വാങ്ങിയിട്ട് അവർ അതേപോലെ അവർ പറയുന്ന സ്ക്രിപ്റ്റിൽ വീഡിയോ ചെയ്തു കൊടുക്കും. സോ ഇതിലൂടെ സൊസൈറ്റിക്ക് എന്താ ഇമ്പാക്റ്റ് വരുന്നതെന്ന് ഈ ഇൻഫ്ലുവൻസേഴ്സ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. സോ ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സെൻട്രൽ ഗവൺമെൻറ് 2023 ഒരു നോട്ടിഫിക്കേഷൻ വിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഏതെങ്കിലും ഒരു പ്രൊമോഷൻ ചെയ്യുന്നതിനായിട്ട് മുമ്പ് ആ വീഡിയോക്കകത്ത് തന്നെ അവർ പറയണം, ഇത് പെയ്ഡ് പ്രൊമോഷനാണ്, ഞങ്ങൾ ഈ പൈസ വാങ്ങിയിട്ടാണ് വീഡിയോ ചെയ്യണതെന്ന് ആ നമ്മുടെ ഓഡിയൻസിന് ഇവർ അറിയിക്കണം പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു റൂൾ വിട്ടിട്ടുണ്ടായിരുന്നു. സോ അത് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ യൂട്യൂബിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇറ്റ് ഇൻക്ലൂഡ്സ് പെയ്ഡ് പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടാഗ് വരും ചില വീഡിയോസിൻ്റെ അകത്തൊക്കെ. സോ ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സെൻട്രൽ ഗവൺമെൻറ് റൂൾസ് വിട്ടത്. സോ ഇപ്പോഴും ഈ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇതൊക്കെ ഫോളോ ചെയ്തിട്ടാണോ വീഡിയോ ചെയ്യണമെന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പോഴും കുറേ ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കൊളാബ് ഇല്ലെങ്കിൽ പെയ്ഡ് പാർട്ട്ണർഷിപ്പ് അങ്ങനെയൊന്നും കൊടുക്കത്തില്ല. ബേസിക്കലി സിമ്പിളായിട്ട് ഒരു കൊളാബറേഷൻ വീഡിയോ ആണെന്ന് മാത്രമേ പറയുള്ളൂ. അവർ പൈസ വാങ്ങിയിട്ടാണ് ഇത് ചെയ്യണമെന്ന് പറയില്ല. സോ അതൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സെൻട്രൽ ഗവൺമെൻറ് ഈ റൂള് വിട്ടത്. അത് കഴിഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻറ് റീസെൻ്റ്ലി ഇപ്പോൾ വേറൊരു നോട്ടിഫിക്കേഷൻ കൂടി വിട്ടിട്ടുണ്ട്. ടു എൻഡോസേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ് ഓൺ സോഷ്യൽ മീഡിയ ഇൻ്റർമീഡിയറീസ്, ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് ഇൻ്റർമീഡിയറീസ്. സോ ഇതിൻ്റെ സബ്ജക്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വൈസർ ഓൺ celebrity/influencer endorsements and advertisement including surrogate advertisement of offshore online betting gambling platforms. സോ ഇത് ബേസിക്കലി ഈ നോട്ടിഫിക്കേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻ്റർമീഡിയറീസും ഇൻഫ്ലുവൻസേഴ്സിനുമാണ്. ഒരു ഇൻഫ്ലുവൻസർ ഈ പൈസ വാങ്ങിയിട്ട് ഈ ബെറ്റിംഗ് ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ, ആ ബെറ്റിംഗ് ആപ്പുകളൊക്കെ ഇന്ത്യൻ ബേസ്ഡ് ബെറ്റിംഗ് ആപ്പുകളാണെങ്കിൽ പ്രശ്നങ്ങളില്ല. അതേസമയം ഇന്ത്യൻ ബേസ്ഡ് അല്ലാത്ത ഒരു വെബ്സൈറ്റോ ഇല്ലെങ്കിൽ ഒരു ആപ്പോ ആണ് പ്രൊമോട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇല്ലീഗലാണെന്നാണ് ഇവർ പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇന്ത്യയിൽ ഇപ്പോൾ വർക്കാവുന്ന ഒരു ബെറ്റിംഗ് കമ്പനിയാണ് വെക്കിങ്. അപ്പോൾ അതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 28% ടാക്സ് അവർ പിടിക്കും. അതിനുശേഷം എന്ത് ചെയ്യും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബെറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് വിൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഓരോരുത്തർ, അവരുടെ എങ്ങനെയാണ് ഈ വിന്നിങ് എമൗണ്ട് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിന്നിങ് എമൗണ്ടിൻ്റെ മേലെ ഇത്ര പെർസെൻറ്റേജ് ആയിട്ടുള്ള 28% സംതിങ് GST അവർക്ക് അതിൽ ആഡ് ഓൺ ചെയ്യും, അവർ പിടിക്കും. അതിനുശേഷം ഒരു 30% TDS പിടിക്കും. അതിന് ശേഷം കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും ഈ ബെറ്റിംഗ് ചെയ്ത് ജയിച്ചവർക്ക് കിട്ടുക. സോ ബേസിക്കലി അതുകൊണ്ട് തന്നെ ഈ ബെറ്റിംഗ് കമ്പനീസൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ജസ്റ്റ് അവരുടെ ബിസിനസ് മാത്രം റൺ ചെയ്യണ പോലെയും മൊത്തം വർക്ക് ചെയ്യണത് ഔട്ട്സൈഡ് ഇന്ത്യ ആയിട്ടാണ് ഇവർ നിന്നിട്ടാണ് ചെയ്യുന്നത്. സോ ഇവർ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബെറ്റിംഗ് കമ്പനീസൊക്കെ ഒരു ഐലാൻഡ് ഉണ്ട്, സൈപ്രസ് എന്ന് പറയുന്ന ഒരു ഐലാൻഡാണ്. ആ ഐലാൻഡിലാണ് മോസ്റ്റ് ആയിട്ടുള്ള ബെറ്റിംഗ് കമ്പനീസും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ ബെറ്റിംഗ് കമ്പനീസാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താമര 365, അതേപോലെ P-Match, അതേപോലെ ഒരു മടങ്ങ് ബെറ്റ്, അങ്ങനത്തെ കുറേ ബെറ്റിംഗ് കമ്പനീസ് ഉണ്ടല്ലോ. അവരൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൈപ്രസ് പറയുന്ന ഒരു
ഐലാൻഡ് ബേസ് ചെയ്തിട്ട് അവിടെയാണ് ഇവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് ഈ ബെറ്റിംഗ് കമ്പനീസ് എല്ലാവരും അവിടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്ന്. സോ അത് നോക്കിയ സമയത്ത് അവിടുത്തെ ഗൈഡ് ലൈൻസ് പ്രകാരം ഈ ബെറ്റിങ്ങും അങ്ങനത്തെ ഓൺലൈൻ ഗെയിമിംഗ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഇല്ലേ, അങ്ങനത്തെ കമ്പനീസിനൊക്കെ ഭയങ്കരമായിട്ട് റൂൾസൊക്കെ ലിബറൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ കമ്പനീസും അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്യാനാണ് നോക്കുക. സോ ബേസിക്കലി ഈ ബെറ്റിംഗ് ആപ്സിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം വെച്ചിട്ടുണ്ടെങ്കിൽ മണി തന്നെയാണ്. കാരണം അവർ പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് ഒരു ബിസിനസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ബെറ്റിംഗ് ആപ്സിലൂടെ പൈസ ഇടണ ആൾക്കാരുടെ ഇമോഷൻസോ ഒന്നും അവർക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അവർ എന്ത് ചെയ്യും വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസർക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ മേക്ക് ചെയ്ത് ഞങ്ങൾക്ക് തരൂ, ഇത്ര ദിവസത്തേക്ക് ഞങ്ങൾ പറയുന്ന രീതിക്ക് വീഡിയോ എടുത്ത് തരുമോ പറയും. ഇത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് പൈസ ഇടണ നമ്മളാണ് ശരിക്കും മണ്ടന്മാർ. കാരണം ഈ പൈസ വാങ്ങിയിട്ട് ഇൻഫ്ലുവൻസേഴ്സ് എന്ത് ചെയ്യും വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ യൂസിന് അത് യൂസ് ചെയ്യും. അതേപോലെ അവർ അടുത്ത കണ്ടന്റ് ആയിട്ട് മൂവ് ഓൺ ആവും. പക്ഷെ പൈസ പോവാണെങ്കിൽ ഞാൻ ഒരിക്കലും ഉത്തരവാദിയല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷ്യം കണ്ടൊക്കെ വേണം കളി. കമ്പനിക്കും ഇത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ആർക്കാണ് അൾട്ടിമേറ്റ് ആയിട്ട് ലൂസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കാണ്, പിന്നെ ഈ സൊസൈറ്റിക്കും. കാരണം ഇങ്ങനത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനത്തെ ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കൂടുതൽ ആൾക്കാർക്ക് എന്താ പറയുക ഇങ്ങനത്തെ പൈസ നഷ്ടപ്പെടലും ഒരുപാട് ഡെത്തൊക്കെ നടക്കുന്നത്. കാരണം ഈ ബെറ്റിംഗ് ആപ്സിൽ പൈസ നഷ്ടപ്പെട്ടിട്ട് തന്നെ കേരളത്തിലും തമിഴ്നാടുമായിട്ട് ഒരുപാട് ഡെത്തുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇൻഫ്ലുവൻസേഴ്സ് ഒരു പ്രൊമോഷൻ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൊമോഷൻ ജെന്യുവൻ ആണോ അതോ അത് ആപ്പ് പ്ലേ സ്റ്റോറിൽ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ. ഒരു ആപ്പ് വരുന്നു പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒറ്റയടിക്ക് ഒന്നും നോക്കാതെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, ബ്രോ അങ്ങനെയാണെങ്കിൽ ഈ ലാൽ ആ ആക്ടറൊക്കെ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ടി വിയിലും പിന്നെ അതേപോലെ ഈ പബ്ലിക് ആയിട്ടുള്ള റോഡ്സിലൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടല്ലോ. അതെന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയൊക്കെ ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസാണ്. സോ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കത്തില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ തന്നെയാണ് റവന്യൂ ജനറേറ്റ് ആവുന്നത്. പക്ഷെ അതേസമയം ഈ മറ്റേ ഒരു മടങ്ങ് വെച്ച് ആ കമ്പനീസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ബേസ്ഡ് അല്ല, പുറത്തുനിന്ന് ഓപ്പറേറ്റ് ആവുന്ന കമ്പനീസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ എക്കണോമിയിൽ യാതൊരു ഇമ്പാക്റ്റും വരുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗവൺമെൻറ് ഇതിനെതിരെ സ്ട്രിക്റ്റ് ആയിട്ട് റൂൾസ് എടുത്തിരിക്കുകയാണ്. സോ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പോസ്റ്റുകളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ആരൊക്കെയാണിത് പ്രൊമോട്ട് ചെയ്യണമെന്ന്. നോക്കുമ്പോൾ ഒരുപാട് ലീഡിങ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സും അതേപോലെ ഈ വ്ളോഗേഴ്സൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവരെങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോസിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇവർ ഈ ലിങ്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് വെച്ചാൽ യൂട്യൂബ് അവരുടെ വീഡിയോ എടുത്തിട്ട് എന്താ പറയുക ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ട് അവർക്ക് ചിലപ്പോൾ എന്താ പറയുക സ്ട്രൈക്ക് എന്തെങ്കിലും അടിക്കാൻ ചാൻസ് ഉണ്ട്. സോ അവർ എന്ത് ചെയ്യും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോസിൻ്റെയൊക്കെ താഴെ അതായത് കമൻറ്റിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഇത് പിൻ ചെയ്ത് വെക്കും. ഡൗൺലോഡ് ചെയ്യാൻ ലിങ്കും കാര്യങ്ങളൊക്കെ താഴ്ത്തു കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 700% വെൽക്കം ബോണസ് കിട്ടുന്നതാണ്. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ സറോഗേറ്റ് അഡ്വർടൈസ്മെന്റ് പറഞ്ഞില്ലേ, ആ അഡ്വർടൈസ്മെന്റ് ഞാൻ അതിൽ ഒരു യൂട്യൂബറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ യൂട്യൂബർ ഇന്ത്യ ബേസ്ഡ് അല്ലാത്തൊരു ആപ്പാണ് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. ഈ സറോഗേറ്റ് ആ മെത്തേഡിലൂടെയാണ് അവർ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ അതായത് വ്ളോഗർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം പിന്നീട് ഒരു ലീഗൽ ആക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പും അല്ല. സോ ബേസിക്കലി ഈ വീഡിയോ ആരെയും ടാർഗറ്റ് ചെയ്തിട്ട് സംസാരിക്കാനൊന്നും അല്ല, ഇത് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് വെച്ചാൽ കുറച്ച് സോഷ്യലി റെസ്പോൺസിബിൾ ആയിരിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊരു ക്രൗഡിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. അവർ എന്തെങ്കിലും ഒരു പ്രൊമോഷൻ ചെയ്യുന്നതിലൂടെ അവരിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. സോ അവർ ചെയ്യുന്ന ആ ഇൻഫ്ലുവൻസ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ആണെങ്കിൽ നല്ലതായിരിക്കും. കാരണം പല ഈ ചപ്പ് ചവറായിട്ടുള്ള ഈ ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് അതിൽ വേറൊരു തേർഡ് പാർട്ടിക്ക് ഒരു ലോസ് ഇൻകർ ചെയ്യാൻ ചാൻസ് ഉള്ള പ്രൊമോഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ്. ഈ കാര്യം എന്തായാലും അഡ്രസ് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുത്തത്. കാരണം ഈ വീഡിയോ എടുക്കുന്ന നിമിഷം വരെയും ഞാൻ
ചില ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പ്രൊഫൈലിൽ ഈ ടൈപ്പ് റീലുകൾ ഇപ്പോഴും വരുന്നതായി കണ്ടു. സോ അതുകൊണ്ട് തന്നെ ഇത് അഡ്രസ്സ് ചെയ്യണം തോന്നി, അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. സോ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ പീസ്.